ഹായ്, വെൽക്കം ടു ലേണിനോ. ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ മോഡ്യൂൾ 8-ൽ നിന്നുള്ള MCQs ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇലൂമിനേഷൻ ആൻഡ് ബേസിക് ഇലക്ട്രോണിക്സ് ആണ് ഈ ഒരു മോഡ്യൂളിൽ വരുന്നത്. ഇലൂമിനേഷൻ്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ലൂമിനസ് ഇൻറ്റൻസിറ്റി? ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ ലക്സ്, ഓപ്ഷൻ ബി ലൂമൻ, ഓപ്ഷൻ സി കാൻഡില ആൻഡ് ഓപ്ഷൻ ഡി സ്റ്റെറേഡിയൻ. ഇപ്പോൾ ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ്? ആൻസർ ഇസ് ഓപ്ഷൻ സി കാൻഡില. കാൻഡില ഇസ് ദ യൂണിറ്റ് ഓഫ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. എന്താണ് ലൂമിനസ് ഇൻറ്റൻസിറ്റി ഓർ കാൻഡില പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ ലൂമിനസ് ഫ്ലക്സ് പെർ യൂണിറ്റ് സോളിഡ് ആംഗിൾ. ആൻഡ് ലൂമിനസ് ഫ്ലക്സിൻ്റെ യൂണിറ്റ് എന്താണ്? ലൂമൻസ് ആണ്. സോളിഡ് ആംഗിളിൻ്റെ യൂണിറ്റ് സ്റ്റെറേഡിയൻ. So, candela, we can write candela as lumens per steradian. ലൂമൻസും സ്റ്റെറേഡിയനും നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ലൂമൻ എന്ന് പറയുന്നത് ലൂമിനസ് ഫ്ലക്സിൻ്റെ യൂണിറ്റ് ആണ്. ആൻഡ് സ്റ്റെറേഡിയൻ ഈസ് ദ യൂണിറ്റ് ഓഫ് സോളിഡ് ആംഗിൾ. ആൻഡ് ഓപ്ഷൻ എയിൽ തന്നിരിക്കുന്ന ലക്സ് ആണ്. ലക്സ് ഈസ് ദ യൂണിറ്റ് ഓഫ് ഇലൂമിനേഷൻ. ഇലൂമിനേഷൻ്റെ യൂണിറ്റ് ആണ് ലക്സ്. കാൻഡില ഈസ് ദ യൂണിറ്റ് ഓഫ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. Question number 2. Which material is coated in tungsten electrode of a fluorescent tube lamp? Options are option A silver oxide, option B phosphor powder, option C fluorescent powder and option D barium and strontium oxide. ഫ്ലൂറസെൻറ്റ് ട്യൂബിലെ ടങ്സ്റ്റൺ ഇലക്ട്രോഡിനെ കോട്ട് ചെയ്തിരിക്കുന്ന മെറ്റീരിയലാണ് ചോദിച്ചിരിക്കുന്നത്. ടങ്സ്റ്റൺ ഇലക്ട്രോഡിനെ കോട്ട് ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്, മാറിപ്പോകരുത്. ഏതാണ് ടങ്സ്റ്റൺ ഇലക്ട്രോഡിനെ കോട്ട് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ ഡി ബേരിയം ആൻഡ് സ്ട്രോൺഷ്യം ഓക്സൈഡ് ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഫ്ലൂറസെൻറ്റ് ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ലോ പ്രഷർ മെർക്കുറി വേപ്പർ ഗ്യാസ് ഡിസ്ചാർജ് ലാമ്പ്. അപ്പോൾ ഇതിൽ നമ്മൾ കറൻറ്റ് പാസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മെർക്കുറി വേപ്പർ ഉണ്ട്. ഈ മെർക്കുറി വേപ്പറിനെ ഈ കറൻറ്റ് എക്സൈറ്റ് ചെയ്യുന്നു ആൻഡ് വിച്ച് പ്രൊഡ്യൂസസ് അൾട്രാ വയലറ്റ് റേസ്. ഈ അൾട്രാ വയലറ്റ് റേസ് ട്യൂബിൻ്റെ ഉള്ളിലുള്ള ഫോസ്ഫർ കോട്ടിങ്ങിനെ ഗ്ലോ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ട്യൂബിൻ്റെ ഇൻസൈഡ് വോൾസ് ആർ കോട്ടഡ് വിത്ത് ഫോസ്ഫർ. ആൻഡ് ടങ്സ്റ്റൺ ആണ് ഇതിൽ ഇലക്ട്രോഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ടങ്സ്റ്റനെ കോട്ട് ചെയ്തിരിക്കുന്നത് ബേരിയം ആൻഡ് സ്ട്രോൺഷ്യം ഓക്സൈഡ് വെച്ചിട്ടാണ്. ബേരിയം, സ്ട്രോൺഷ്യം, കാൽസ്യം ഓക്സൈഡ്സ് വെച്ചിട്ട് ടങ്സ്റ്റൺ ഇലക്ട്രോഡ്സിനെ കോട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് യൂസ് ടു ഇംപ്രൂവ് തെർമിയോണിക് എമിഷൻ. അപ്പോൾ തെർമിയോണിക് എമിഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ടങ്സ്റ്റൺ ഇലക്ട്രോഡിനെ കോട്ട് ചെയ്തിരിക്കുന്നത്. Question number 3. Which position MB type high pressure mercury vapor lamps are operated? Options are option A vertical, option B inclined, option C horizontal and option D any position. MB type high pressure mercury vapor lamps in operating position ഏതാണ്? Answer is option D any position. We can operate in any position. ഇപ്പോൾ ഹൈ പ്രഷർ മെർക്കുറി വേപ്പർ ലാംപ്സിൽ 3 ടൈപ്പ് വരുന്നുണ്ട്. MA ടൈപ്പ്, MAT ടൈപ്പ് ആൻഡ് MB ടൈപ്പ്. ഇതിൽ MB ടൈപ്പ് മെർക്കുറി വേപ്പർ ലാമ്പാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ MB ടൈപ്പ് മെർക്കുറി വേപ്പർ ലാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെർക്കുറി വേപ്പർ ലാമ്പ് വിത്ത് ഓക്സിലറി സ്റ്റാർട്ടിംഗ് ഇലക്ട്രോഡ് ആൻഡ് ബയോനെറ്റ് ക്യാപ്പ്. അപ്പോൾ ഈ ലാമ്പ് 80 to 125 വാട്ടിൽ വാട്ട് റേറ്റിംഗ്സിൽ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് വെരി ഹൈ പ്രഷറിലായിരിക്കും, അതായത് 5 to 10 times മോർ ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഈ ലാമ്പിൻ്റെ ഡിസ്ചാർജ് ട്യൂബ് ഉണ്ടാക്കിയിരിക്കുന്നത് ക്വാർട്സ് വെച്ചിട്ടാണ്. ക്വാർട്സിൻ്റെ പ്രത്യേകത എന്താണ്? ക്വാർട്സിന് ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഓൾസോ ഈ ലാമ്പിൽ 2 മെയിൻ ഇലക്ട്രോഡ്സും ഒരു ഓക്സിലറി സ്റ്റാർട്ടിംഗ് ഇലക്ട്രോഡും ഉണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ് ഹാസ് എ 3-pin ബയോനെറ്റ് ക്യാപ്പ്. ഈ ലാമ്പിനെ നമുക്ക് ഏത് പൊസിഷനിലും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. Question number 4. How stroboscopic effect in industrial twin tube light fitting is reduced? Options are option A connecting capacitor parallel to supply, option B connecting capacitor in series with supply,
ഓപ്ഷൻ സി കണക്റ്റിംഗ് കപ്പാസിറ്റർ ഇൻ സീരീസ് വിത്ത് വൺ ട്യൂബ് ലൈറ്റ് ആൻഡ് ഓപ്ഷൻ ഡി കണക്റ്റിംഗ് കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് ടു ഈച്ച് ട്യൂബ് ലൈറ്റ്. സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ് എന്താണ്? സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ മൂവ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു മെഷീൻ, എന്തെങ്കിലും ഒരു സാധനം, ഒരു ഫാൻ, മേ ബി എ ഫാൻ ഭയങ്കര സ്പീഡിലായിരിക്കും മൂവ് ചെയ്യുന്നത്. പക്ഷെ നമുക്കത് നോക്കുമ്പോൾ അത് മൂവ് ചെയ്യുന്നില്ല എന്നോ അല്ലെങ്കിൽ അത് വളരെ കുറച്ച് സ്പീഡിലാണ് മൂവ് ചെയ്യുന്നതെന്നോ തോന്നും. അപ്പോൾ അതാണ് സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ്. ഈ സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ് കാണുന്നത് എവിടെയാണ്? ഫ്ലൂറസെൻറ്റ് ലാംപ്സ് യൂസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റിനെ റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗമാണ് ഈ ട്വിൻ ലാമ്പ് സർക്യൂട്ട്. അപ്പോൾ ട്വിൻ ലാമ്പ് സർക്യൂട്ടിൽ എങ്ങനെയാണ് സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റിനെ റെഡ്യൂസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എവിടെയാണ് നമ്മളതിൽ കപ്പാസിറ്ററിനെ കണക്ട് ചെയ്യുന്നത്? കപ്പാസിറ്റർ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് വൺ ട്യൂബ് ലൈറ്റ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. കണക്റ്റിംഗ് കപ്പാസിറ്റർ ഇൻ സീരീസ് വിത്ത് വൺ ട്യൂബ് ലൈറ്റ്. സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് സ്റ്റേഷനറി ആയിട്ട് അല്ലെങ്കിൽ അത് ലെസ് സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത് നമുക്ക് തോന്നുക. അതാണ് സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ്. അപ്പോൾ ഇത് ഫ്ലൂറസെൻറ്റ് ലാംപ്സിലാണ് കാണുന്നത്. അതായത് നമ്മുടെ സപ്ലൈ കറണ്ടിൽ ഉണ്ടാകുന്ന ആ ഒരു സൈക്ലിക് വേരിയേഷൻ, അതായത് സപ്ലൈ കറണ്ടിൻ്റെ വേവ് ഫോം അറിയാമല്ലോ, അതിങ്ങനെ പീക്കിലോട്ടും സീറോയിലോട്ടും ഒക്കെ മാറി മാറി പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു വേരിയേഷൻസ് കാരണം ഈ ലൈറ്റിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് ആണ്, അതായത് ലാമ്പ് ഫ്ലിക്കർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ് കൂടുതലായിട്ട് കാണുന്നത് ലോവർ ഫ്രീക്വൻസീസിലാണ്, അറ്റ് ലോവർ ഫ്രീക്വൻസീസ്. ഇതിനെ മിനിമൈസ് ചെയ്യാനായിട്ടുള്ള വേസ് ആണ്. ആൻഡ് ഫസ്റ്റ് വൺ ഈസ് 3 ഫേസ് സപ്ലൈയുടെ ഓരോ ഫേസിലും ഓരോ ലാമ്പ് കണക്ട് ചെയ്യുക. 3 ലാമ്പ്സ് യൂസ് ചെയ്യുക. അതിൽ ഓരോ ഫേസിലും ഓരോ ലാമ്പ് കണക്ട് ചെയ്യുക. അപ്പം ഓരോന്നിൻ്റെയും ആ ഒരു പീക്ക് പോകുന്നത് ഒരേ ടൈമിലായിരിക്കില്ല, പല ടൈമിലായിരിക്കും. സോ വി ക്യാൻ റെഡ്യൂസ് ദിസ് ഫ്ലക്ച്വേഷൻസ്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ 3 ഫേസ് സപ്ലൈയിൽ അടുത്തടുത്തുള്ള ഫ്ലൂറസെൻറ്റ് ലാംപ്സിനെ 2 ഡിഫറെൻറ്റ് ഫേസിലായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ഈ 2 ലാംപ്സിൻ്റെയും സീറോ ക്രോസിങ് ഒരേ ടൈമിൽ വരില്ല. That is also one way to reduce stroboscopic effect. ഇനി അടുത്ത ഒരു വേ ടു റെഡ്യൂസ് സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ് ആണ് ബൈ യൂസിങ് ട്വിൻ ലാമ്പ് സർക്യൂട്ട്. ട്വിൻ ലാമ്പ് സർക്യൂട്ട് നമ്മളൊരു സിംഗിൾ ഫേസ് സപ്ലൈയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ 2 ലാമ്പ്സിനെ പാരലായിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഒരു ലാമ്പിനോട് കൂടി നമ്മളൊരു കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നു. കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നത് എന്തിനാണ്? അവിടെ ഒരു ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. അപ്പോൾ ട്വിൻ ലാമ്പ് സർക്യൂട്ടിലെ ഒരു ലാമ്പിനോട് സീരീസ് ആയിട്ടാണ് കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 5. വിച്ച് ടേം refers that the flow of light into a plane surface? Options are option A lumen, option B illuminance, option C luminous flux and option D luminous intensity. ഒരു പ്ലെയിൻ സർഫസിലേക്കുള്ള ഫ്ലോ ഓഫ് ലൈറ്റിനെ കാണിക്കുന്ന ടേം ഏതാണ്? ഓപ്ഷൻ ബി ഇലൂമിനൻസ്. ഇലൂമിനൻസ് ആണ് ഫ്ലോ ഓഫ് ലൈറ്റ് ഇൻ ടു എ പ്ലെയിൻ സർഫസിനെ റെഫർ ചെയ്യുന്ന ടേം. അപ്പോൾ എന്താണ് ഇലൂമിനൻസ്? ഇലൂമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് ലൈറ്റ് ഫോളിങ് ഓൺ എ ഗിവൺ സർഫസ്, അതാണ്. അതായത് ഇലൂമിനൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ലക്സ് ആണ്. ലക്സ് ഇസ് ദ യൂണിറ്റ് ഓഫ് ഇലൂമിനൻസ്. ഇലൂമിനൻസ് എന്ന് പറയുന്നത് ലൂമൻസ് പെർ മീറ്റർ സ്ക്വയർ ആണ്. ലൂമൻസ് എന്ന് പറയുന്നത് എന്തിൻ്റെ യൂണിറ്റ് ആയിരുന്നു? ലൂമിനസ് ഫ്ലക്സ് ആണ്. അപ്പോൾ എമൗണ്ട് ഓഫ് ലൈറ്റിനെ കാണിക്കുന്നത് എന്താണ്? ലൂമിനസ് ഫ്ലക്സ് ആണ്. അപ്പോൾ എമൗണ്ട് ഓഫ് ലൈറ്റ് ഓൺ എ ഗിവൺ സർഫസ് എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി ഇലൂമിനൻസ്. ആൻഡ് ഇലൂമിനൻസിൻ്റെ യൂണിറ്റ് ലക്സ്, ദാറ്റ് ഈസ് ലൂമൻസ് പെർ മീറ്റർ സ്ക്വയർ, അതാണ് ലക്സ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 6. What is the purpose of igniter in high pressure sodium vapor lamp circuit? Options are option A decreases the starting current, option B increases the running voltage, option C decreases the running current and option D generates high voltage pulse at starting. Igniter എന്തിനാണ് യൂസ് ചെയ്യുന്നത്? In high pressure sodium vapor lamp circuit, what is the purpose of igniter? To generate
high voltage pulse at starting. Option D is the right answer. ഇപ്പോൾ സോഡിയം വേപ്പർ ലാമ്പിൽ ഇഗ്നൈറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അതായത് ഹൈ വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇഗ്നൈറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് ടൈമിൽ ഈ ഒരു ട്യൂബിൻ്റെ ഉള്ളിലുള്ള ഗ്യാസസിനെ ഇഗ്നൈറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വോൾട്ടേജ് പൾസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഈ ഇഗ്നൈറ്റേഴ്സ് ചെയ്യുന്നത്. ഇറ്റ്സ് എ സ്റ്റാർട്ടിങ് ഡിവൈസ്. അതുപോലെ തന്നെ ലാമ്പിനെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഉണ്ടാകുന്ന ഇൻറഷ് കറൻസ്, ഈ ഇൻറഷ് കറൻസിനെ കൺട്രോൾ ചെയ്ത് ലാമ്പിൻ്റെ എഫിഷ്യൻസി കൂട്ടാനും ഇഗ്നൈറ്റേഴ്സ് ഹെൽപ്പ് ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 7. വിച്ച് ടൈപ്പ് ഓഫ് ലൈറ്റ് ഫിറ്റിംഗ് ഡിസൈൻ ഈസ് ഫ്രീ ഫ്രം ഗ്ലെയർ? ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ സെമി ഡയറക്റ്റ് ടൈപ്പ്, ഓപ്ഷൻ ബി സെമി ഇൻഡയറക്റ്റ് ടൈപ്പ്, ഓപ്ഷൻ സി ഡയറക്റ്റ് ലൈറ്റിംഗ് ടൈപ്പ് ആൻഡ് ഓപ്ഷൻ ഡി ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് ടൈപ്പ്. ഇപ്പോൾ ഗ്ലെയർ ഫ്രീ ആയിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഡിഫറെൻ്റ് ലൈറ്റിംഗ് ടൈപ്സ് ആണ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. ഇതിൽ ഗ്ലെയർ ഇല്ലാത്തത് ഏത് ടൈപ്പിനാണ്? ഓപ്ഷൻ ബി സെമി ഇൻഡയറക്റ്റ് ടൈപ്പ് ഈസ് ദ റൈറ്റ് ആൻസർ. ഇപ്പോൾ ഗ്ലെയർ ഇല്ലാത്ത ലൈറ്റ് ഫിറ്റിംഗ് ഡിസൈൻ ആണ് സെമി ഇൻഡയറക്റ്റ് ടൈപ്പ്. ഇപ്പോൾ ഡിഫറെൻറ്റ് ലൈറ്റിംഗ് ടൈപ്സ് ഒന്ന് നോക്കാം. അതിൽ ഡയറക്റ്റ് ലൈറ്റിംഗ് ടൈപ്പാണ് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതും ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ളതും. പക്ഷേ ഇതിൽ ഷാഡോസും ഗ്ലെയേഴ്സും ഉണ്ടാവുന്നുണ്ട്. ഡയറക്റ്റ് ലൈറ്റിംഗ് ടൈപ്പിൽ ടോട്ടൽ ലൈറ്റിൻ്റെ 90% ഡയറക്റ്റ് സർഫസിലോട്ട് വീഴുകയാണ് ചെയ്യുന്നത്. ഇത് യൂട്ടിലൈസേഷൻ ഫാക്ടർ 40 to 60%. ഇതിൻ്റെ യൂസ് വരുന്നത് ഇൻഡസ്ട്രിയൽ ആൻഡ് ജനറൽ ഔട്ട്ഡോർ ലൈറ്റിങ്ങിലാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് ടൈപ്പ്. ഈ ഒരു ടൈപ്പിൽ റിഫ്ലക്ഷൻ വഴിയാണ് കൂടുതൽ ലൈറ്റും കിട്ടുന്നത്. അതായത് ടോട്ടൽ ലൈറ്റ് ഫ്ലക്സിൻ്റെ 90% സീലിങ്ങിലേക്കാണ് ത്രോ ചെയ്യുന്നത്. ആൻഡ് സീലിംഗ് അവിടെ ഒരു ലൈറ്റ് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ടൈപ്പിൽ നമുക്ക് ഗ്ലെയർ മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇതിൻ്റെ യൂട്ടിലൈസേഷൻ ഫാക്ടർ ഈസ് 10 to 35%. ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് ഡെക്കറേഷൻ പർപ്പസസ് ഇൻ സിനിമാസ്, തിയേറ്റേഴ്സ് ആൻഡ് ഹോട്ടൽസ്. അതുപോലെ തന്നെ ഡയറക്റ്റ് ലൈറ്റിംഗ് ടൈപ്പ് യൂസ് ചെയ്യുമ്പോൾ അവിടെ ഷാഡോസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഷാഡോസ് വരാൻ പാടില്ലാത്ത ഏരിയാസിൽ നമുക്ക് ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് ടൈപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ ഈസ് സെമി ഡയറക്റ്റ് ലൈറ്റിംഗ് ടൈപ്പ്. ഇതിൽ നമുക്ക് കൂടുതലും ഡയറക്റ്റ് ലൈറ്റിംഗ് വഴിയാണ് കിട്ടുന്നത്. അതായത് ടോട്ടൽ ലൈറ്റ് ഫ്ലക്സിൻ്റെ 60 to 90% നേരെ താഴേക്ക് വന്ന് വീഴുകയാണ് ചെയ്യുന്നത്. ബാക്കി ലൈറ്റ് സീലിങ്സിനെയും വോൾസിനെയും ഒക്കെ ഇലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് സീലിങ്സിന് ഹൈറ്റ് കൂടിയ റൂംസിലൊക്കെയാണ് ഈ ഒരു സെമി ഡയറക്റ്റ് ലൈറ്റിംഗ് ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അടുത്തത് സെമി ഇൻഡയറക്റ്റ് ടൈപ്പ്. സെമി ഇൻഡയറക്റ്റ് ടൈപ്പിൽ ആ പേരിൽ പറയുന്നത് തന്നെ കൂടുതലും ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് ആണ് വരുന്നത്. 60 to 90% ഓഫ് ദ ടോട്ടൽ ഫ്ലക്സ് ഈസ് ത്രോൺ അപ്വേർഡ്സ് ടു ദ സീലിംഗ്. എന്നിട്ട് ബാക്കി നമുക്ക് ഈ സർഫസിലേക്ക് ഡയറക്റ്റ് വരികയാണ് ചെയ്യുന്നത്. ഈ ഒരു ടൈപ്പിൽ ഗ്ലെയർ ഈസ് കംപ്ലീറ്റ്ലി എലിമിനേറ്റഡ്. അപ്പോൾ അതാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. ദ ആൻസർ ഇസ് സെമി ഇൻഡയറക്റ്റ് ടൈപ്പ്. ഗ്ലെയർ ഫ്രീ ആയിട്ടുള്ള ഒരു ലൈറ്റിംഗ് ടൈപ്പാണ് സെമി ഇൻഡയറക്റ്റ് ടൈപ്പ്. And it is used for indoor lighting decoration purposes. Question number 8. Why the outer tube of a high pressure metal halide lamp made of borosilicate glass? Options are option A increase the lighting effect, option B withstand heavy temperature, option C withstand atmospheric pressure and option D reduce the ultraviolet radiation from lamp. അപ്പോൾ മെറ്റൽ ഹാലൈഡ് ലാംപ്സിൽ ബോറോസിലിക്കേറ്റ് ഗ്ലാസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മെറ്റൽ ഹാലൈഡ് ലാംപ്സിൻ്റെ ഔട്ടർ ട്യൂബ് ഉണ്ടാക്കിയിരിക്കുന്നത് ബോറോസിലിക്കേറ്റ് ഗ്ലാസ് വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ യൂസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ബോറോസിലിക്കേറ്റ് ഗ്ലാസ് യൂസ് ചെയ്തിരിക്കുന്നത്? ടു റെഡ്യൂസ് ദ അൾട്രാവയലറ്റ് റേഡിയേഷൻ ഫ്രം ദി ലാമ്പ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ടു റെഡ്യൂസ് ദ അൾട്രാവയലറ്റ് റേഡിയേഷൻ ഫ്രം ലാമ്പ്. സോ മെറ്റൽ ഹാലൈഡ് ലാംപ്സിൽ യൂസ് ചെയ്യുന്നത് വേപ്പറൈസ്ഡ് മെർക്കുറി ആൻഡ് മെറ്റൽ ഹാലൈഡ്സ് ആണ്. അപ്പോൾ ഇതിൽ ഈ ഗേഷ്യസ് മിക്സ്ചറിൽ കൂടെ ഇലക്ട്രിക്കൽ ആർക്ക് പാസ് ചെയ്തിട്ടാണ് ഇതിൽ ലൈറ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ ആർക്ക് കാരണം അവിടെ അൾട്രാവയലറ്റ് റേഡിയേഷൻസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ അൾട്രാവയലറ്റ് റേഡിയേഷൻസിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്.
And these metal halide lamps are high intensity discharge lamps. Intense white light ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ദേ ഹാവ് ഗുഡ് ക്വാളിറ്റി ആൻഡ് ഗുഡ് എഫിഷ്യൻസി. ഇതിൻ്റെ മെയിൻ യൂസസ് വരുന്നത് മാൾസ്, റീറ്റെയിൽ ഷോപ്സ്, സ്റ്റേഡിയംസ് ഇവിടെയൊക്കെയാണ്. ഇതിന് പ്രൊമിനൻറ്റ് യൂസ് വരുന്നത് സ്റ്റേഡിയംസ് ആൻഡ് സ്പോർട്സ് ഫീൽഡ്സിലാണ്. അപ്പോൾ സ്റ്റേഡിയംസിൽ യൂസ് ചെയ്യുന്ന ലാംപ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ മെറ്റൽ ഹാലൈഡ് ലാംപ്സ് ആണ്. Question number 9. What is the unit of luminous flux? Options are option A lux, option B lumen, option C candela and option D lumen per meter square. Luminous ഫ്ലക്സിൻ്റെ യൂണിറ്റ് എന്താണ്? ലൂമിനസ് ഫ്ലക്സ് അതായത് ഒരു സോഴ്സിൽ നിന്നും വരുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് ലൈറ്റ്, അതാണ് ലൂമിനസ് ഫ്ലക്സ്. അതിൻ്റെ യൂണിറ്റ് എന്താണ്? ലൂമൻ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ലൂമിനസ് ഫ്ലക്സിൻ്റെ യൂണിറ്റ് ലൂമൻസ് ആണ്. ഇനി ബാക്കി ഓപ്ഷൻസ് കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ലക്സ്. ലക്സ് എന്ന് പറയുന്നത് എന്തിൻ്റെ യൂണിറ്റ് ആണ്? ലക്സ് ഈസ് ദ യൂണിറ്റ് ഓഫ് ഇലൂമിനേഷൻ അല്ലെങ്കിൽ ഇലൂമിനൻസ്. ആൻഡ് ഓൾസോ ലൂമൻ പെർ മീറ്റർ സ്ക്വയർ. ലൂമൻ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ലക്സ് തന്നെയാണ്, ഇലൂമിനൻസിൻ്റെ യൂണിറ്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കാൻഡില. കാൻഡില എന്തിൻ്റെ യൂണിറ്റ് ആയിരുന്നു? കാൻഡില ഈസ് ദ യൂണിറ്റ് ഓഫ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. ലൂമിനസ് ഇൻറ്റൻസിറ്റി. കാൻഡിലയുടെ മറ്റൊരു രീതിയിൽ എങ്ങനെ പറയാം? ലൂമൻ പെർ സ്റ്റെറേഡിയൻ ആണ്. ലൂമൻ പെർ സ്റ്റെറേഡിയൻ ഈസ് കാൻഡില. ഹിയർ ദ ആൻസർ ഈസ് ലൂമൻ. ലൂമൻ ഈസ് ദ യൂണിറ്റ് ഓഫ് ലൂമിനസ് ഫ്ലക്സ്. Next question. Question number 10. What is the unit of luminous efficiency? Options are option A lux, option B lumen, option C lumen per meter square and option D lumen per watt. ലൂമിനസ് എഫിഷ്യൻസിയുടെ യൂണിറ്റ്. ലൂമിനസ് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാമ്പ് എത്രത്തോളം നന്നായിട്ട് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നതാണ് ലൂമിനസ് എഫിഷ്യൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ യൂണിറ്റ് എന്താണ്? യൂണിറ്റ് ഈസ് ലൂമൻ പെർ വാട്ട്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ലൂമൻ പെർ വാട്ട്. അപ്പോൾ ഇതിൽ ലൂമൻ എന്തിൻ്റെ യൂണിറ്റ് ആയിരുന്നു? ലൂമൻ എന്ന് പറയുന്നത് ലൂമിനസ് ഫ്ലക്സിൻ്റെ യൂണിറ്റ് ആണ് അല്ലേ? ആൻഡ് വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പവർ? സോ വാട്ട് ഈസ് ലൂമിനസ് എഫിഷ്യൻസി? ലൂമിനസ് എഫിഷ്യൻസി ഈസ് ദ റേഷ്യോ ഓഫ് ലൂമിനസ് ഫ്ലക്സ് ടു പവർ. ഇപ്പോൾ ലൂമിനസ് ഫ്ലക്സും പവറും തന്നു കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ലൂമിനസ് എഫിഷ്യൻസി അല്ലേ? ലൂമിനസ് ഫ്ലക്സ് ബൈ പവർ ആണ് ലൂമിനസ് എഫിഷ്യൻസി ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ഈസ് ലൂമൻ പെർ വാട്ട്സ്. Question number 11. How the rate of evaporation in a bulb is reduced? Options are option A filling inert gas, option B producing arc in bulb, option C reducing filament resistance and option D increasing filament resistance. ഇപ്പോൾ ഒരു ബൾബിലെ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ റെഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ ഫില്ലിംഗ് ഇനേർട്ട് ഗ്യാസ്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഫില്ലിംഗ് ഇനേർട്ട് ഗ്യാസ്. ഇപ്പോൾ ഒരു ലാമ്പ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമിൽ അതിലെ ഫിലമെൻ്റ് ഹൈ ടെമ്പറേച്ചറിലേക്ക് എത്തുന്നു ആൻഡ് ദ ഫിലമെൻറ്റ് സ്റ്റാർട്ട്സ് ഇവാപ്പറേറ്റിംഗ് ആൻഡ് ദാറ്റ് വിൽ അഫക്റ്റ് ദ ലൈഫ് ഓഫ് ദി ഫിലമെൻറ്റ്. ഇനേർട്ട് ഗ്യാസസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫിലമെൻറ്റിൻ്റെ ഇവാപ്പറേഷൻ അത് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഇവാപ്പറേഷൻ റെഡ്യൂസ് ആയി കഴിയുമ്പോൾ അവിടെ ഫിലമെൻറ്റിൻ്റെ ലൈഫ് എക്സ്റ്റെൻഡ് ആവും ആൻഡ് ദ ലൈഫ് ഓഫ് ബൾബ് ഓൾസോ ഗെറ്റ് എക്സ്റ്റെൻഡഡ്. അപ്പോൾ ഓക്സിഡേഷൻ ആൻഡ് ഇവാപ്പറേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കെമിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള ഗ്യാസസ് യൂസ് ചെയ്യുന്നത്. ആർഗൺ, നൈട്രജൻ പോലെയുള്ള ഇനേർട്ട് ഗ്യാസസ് ആണ് കോമൺ ആയിട്ട് നമ്മൾ ഈ ബൾബിനുള്ളിൽ ഫില്ല് ചെയ്യുന്നത്. Question number 12. What is the main advantage of coiled coil lamp? Options are option A high melting point, option B higher light output, option C low operating voltage and option D low power consumption. കോയിൽഡ് കോയിൽ ലാമ്പിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ഫിലമെൻറ്റ് യൂസ് ചെയ്യുന്നതിലും കോയിൽഡ് കോയിൽ യൂസ് ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്താണ്? ഹയർ ലൈറ്റ് ഔട്ട്പുട്ടാണ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഹയർ ലൈറ്റ് ഔട്ട്പുട്ട്. അപ്പോൾ കോയിൽഡ് ഫോമിൽ നമ്മൾ ഫിലമെൻറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ അതിനെ നമുക്ക് ഈസി ആയിട്ട് വോണ്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ആൻഡ് സർഫസ് ഏരിയ, ഈ ഫിലമെൻറ്റിൻ്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ദിസ് വിൽ
ഹെൽപ്പ് ടു എമിറ്റ് മോർ ലൈറ്റ്, അതായത് ലൈറ്റ് ഔട്ട്പുട്ട് വിൽ ബി മോർ. അതുപോലെ തന്നെ കോയിൽഡ് ഷേപ്പ് യൂസ് ചെയ്യുമ്പോൾ ഈ കറണ്ട് കൊണ്ടുണ്ടാവുന്ന ഹീറ്റ് ഈവൻ ആയിട്ടായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് വിൽ ഇംപ്രൂവ് ദ ലൈഫ് ഓഫ് ദ ഫിലമെൻറ്റ്. ആൻഡ് ഓൾസോ കോയിൽഡ് ഷേപ്പ് യൂസ് ചെയ്യുമ്പോൾ ഈ ഫിലമെൻറ്റ് ഹൈ ടെമ്പറേച്ചേഴ്സിൽ ബ്രേക്ക് ചെയ്യുന്നതും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. Question number 13. Which type of lighting system is used for flood and industrial lighting? Options are option A direct lighting, option B indirect lighting, option C semi-direct lighting and option D semi-indirect lighting. അപ്പോൾ ഇൻഡസ്ട്രിയൽ ലൈറ്റിങ്ങിൽ യൂസ് ചെയ്യുന്നത് ഏതാണ്? നമ്മൾ നേരത്തെ ഇത് ഡിസ്കസ് ചെയ്തതാണ് ഡിഫറെൻറ്റ് ലൈറ്റിംഗ് ടൈപ്സ്. അപ്പോൾ അതിൽ ഇൻഡസ്ട്രിയൽ ലൈറ്റിങ്ങിൽ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഫ്ലഡൊക്കെ വരുമ്പോൾ നമുക്ക് മാക്സിമം വിസിബിലിറ്റി അവിടെ ആവശ്യമാണ്. സോ അവിടെ യൂസ് ചെയ്യുന്നത് ഡയറക്റ്റ് ലൈറ്റിംഗ് ആണ്. ഓപ്ഷൻ എ ഡയറക്റ്റ് ലൈറ്റിംഗ് ഈസ് യൂസ്ഡ് ഫോർ ഫ്ലഡ് ആൻഡ് ഇൻഡസ്ട്രിയൽ ലൈറ്റിംഗ്. അവിടെ സ്ട്രോങ് ഇലുമിനേഷൻ ആണ് വേണ്ടത്, which will provide maximum visibility, and we use direct lighting for that purpose. Question number 14. Which is the cold cathode lamp? Options are option A halogen lamp, option B neon sign lamp, option C fluorescent lamp and option D mercury vapor lamp. Cold cathode lamp. എന്താണ് cold cathode lamp? It's a type of ഗ്യാസ് ഡിസ്ചാർജ് ലാമ്പ്. എന്താണ് ഗ്യാസ് ഡിസ്ചാർജ് ലാമ്പിൽ സംഭവിക്കുന്നത്? അതായത് ഡിസ്ചാർജ് ഓഫ് ഇലക്ട്രിസിറ്റി ബിറ്റ്വീൻ ടു ഇലക്ട്രോഡ്സ് ഇൻ ഗ്യാസ് ഓർ വേപ്പർ. അപ്പോൾ ഈ കോൾഡ് കാഥോഡ് ലാമ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇലക്ട്രോഡ്സിനെ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിലമെൻ്റ് യൂസ് ചെയ്യുന്നില്ല. അതാണ് കോൾഡ് കാഥോഡ് ലാമ്പ്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്ന നിയോൺ ലാംപ്സ്, അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ് ബോർഡ്സിൽ യൂസ് ചെയ്യുന്ന നിയോൺ സൈൻ ലാമ്പ്, ഇതൊക്കെ. ഇപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷനിൽ തന്നിരിക്കുന്നതിൽ കോൾഡ് കാഥോഡ് ലാമ്പ് ഏതാണ്? ഓപ്ഷൻ ബി നിയോൺ സൈൻ ലാമ്പ് ആണ് ആൻസർ വരുന്നത്. നിയോൺ സൈൻ ലാമ്പ് ഈസ് എ കോൾഡ് കാഥോഡ് ലാമ്പ്. ആൻഡ് ഹോട്ട് കാഥോഡ് ലാമ്പ് ഈസ് ഓൾസോ ദെയർ. ഹോട്ട് കാഥോഡ് ലാമ്പ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഡ്സിനെ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിലമെൻറ്റ് യൂസ് ചെയ്യുന്നതാണ്. And examples are mercury vapor lamp, fluorescent lamp. Question number 15. Which device provides ignition voltage and act as choke in a HPSV lamp? Options are option A arc tube, option B sodium vapor, option C leak transformer, option D high pressure aluminum oxide. ഒരു HPSV ലാമ്പ്, അതായത് ഹൈ പ്രഷർ സോഡിയം വേപ്പർ ലാമ്പിൽ സ്റ്റാർട്ടിങ്ങിലാണ് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചോക്കായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ്. അതായത് ഒരു സോഡിയം വേപ്പർ ലാമ്പിൽ, സോഡിയം വേപ്പർ ലാമ്പ് എന്ന് പറയുന്ന ഒരു ഗ്യാസ് ഡിസ്ചാർജ് ലാമ്പാണ്. അപ്പോൾ അതിൽ ഡിസ്ചാർജിനെ ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ വോൾട്ടേജ് ആവശ്യമാണ്. അപ്പോൾ ഈ ഹൈ വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? ഓപ്ഷൻ സി ലീക്ക് ട്രാൻസ്ഫോമർ. ലീക്ക് ട്രാൻസ്ഫോമർ ആണ് ആൻസർ വരുന്നത്. അതായത് ഹൈ ലീക്കേജ് റിയാക്റ്റൻസ് ഉള്ള ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുമ്പോൾ അത് ഡിസ്ചാർജിന് ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹൈ വോൾട്ടേജും പ്രൊവൈഡ് ചെയ്യും, അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് കറണ്ടിനെ ലിമിറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ലീക്ക് ട്രാൻസ്ഫോമർ ആണ് നമ്മൾ സോഡിയം വേപ്പർ ലാമ്പിൽ ഇഗ്നീഷ്യൻ വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യാനായിട്ടും അതുപോലെ ഒരു ചോക്കായിട്ട് ആക്ട് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്.